ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം. ആമുഖം. ആനന്ദം മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ്. മനുഷ്യൻ്റെ അന്തർലീനമായ ദൈവത്വമാണ് അവൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്ര ഘടകം. മനുഷ്യൻ്റെ സഹജ സ്വഭാവം ദിവ്യത്വമാണ്. മൃഗീയ പ്രവണതയും അജ്ഞാനത്തിൻ്റെ ആവരണവും കാരണം അവന് ആ അവബോധം നഷ്ടമായി. അജ്ഞാനം കാരണം ശരീരം, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയുമായി മനുഷ്യൻ താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. ഇതിനെ അതിക്രമിച്ചാൽ അവൻ ബ്രഹ്മവുമായി, സച്ചിദാനന്ദവുമായി ഐക്യം പ്രാപിക്കുന്നു. പരിപൂർണമായ സത്യവും അഖണ്ഡമായ പ്രബുദ്ധതയുമാണ് ബ്രഹ്മം അഥവാ പരമാത്മാവ്. ഏതൊന്നിനപ്പുറത്ത് ശൂന്യതയാണോ, ആരാണോ അന്തര്യാമിയായി എല്ലാവരുടെ ഉള്ളിലും വസിക്കുന്നത്, അതാണ് ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം. ആത്മാവ് സാധാരണ ബോധമായി എല്ലാവരിലും വസിക്കുന്നു. കള്ളൻ, വേശ്യ, തോട്ടി, രാജാവ്, ഖലൻ, സന്യാസി, നായ, പൂച്ച, എലി എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നത് ഒരേ ആത്മാവാണ്. ശരീരത്തിനും മനസ്സിലും മിഥ്യയായ സാങ്കല്പികമായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നിറങ്ങളിലും അഭിപ്രായങ്ങളിലും വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ എല്ലാവരിലും വസിക്കുന്ന ആത്മാവ് ഒന്നു തന്നെ. നിങ്ങൾ വളരെ സമ്പന്നനാണെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഒരു കപ്പലോ ഒരു തീവണ്ടിയോ ഒരു വിമാനമോ സ്വന്തമായി ഉണ്ടാകാം. പക്ഷേ നിങ്ങളുടേതായി ഒരു ആത്മാവ് നിങ്ങൾക്കുണ്ടാവുകയില്ല. ആത്മാവ് എല്ലാവരുടേതുമാണ്. അത് ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്തല്ല. അനേകങ്ങൾക്ക് നടുവിൽ ആത്മാവ് ഒന്നാണ്. വരുന്നതും പോകുന്നതുമായ രൂപങ്ങൾക്കിടയിൽ അത് സ്ഥിരമാണ്. അത് എല്ലാ ബോധത്തിൻ്റെയും ശുദ്ധവും കേവലവും അനിവാര്യവുമായ ബോധമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ അറിവിൻ്റെയും ഉറവിടം ആത്മാവാണ്. നിങ്ങളുടെ അന്തരാത്മാവാണ്. ഈ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മ ചൈതന്യം സർവാതിശായിയും അവാച്യവും അനുമാനിക്കാൻ കഴിയാത്തതും അചിന്ത്യവും വിവരണാതീതവും നിത്യശാന്തവും ആനന്ദപൂർണവുമാണ്. ആത്മാവും ആനന്ദവും തമ്മിൽ വ്യത്യാസമില്ല. ആത്മാവ് ആനന്ദം തന്നെയാണ്. ഈശ്വരൻ, പൂർണ്ണത, ശാന്തി, അമരത്വം, ആനന്ദം ഇതെല്ലാം ഒന്നാണ്. പൂർണ്ണത, അമരത്വം അല്ലെങ്കിൽ ഈശ്വരനെ പ്രാപിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. സത്യത്തിനോട് അടുക്കുമ്പോൾ ഒരാൾ സന്തോഷവാനാകുന്നു. സത്യത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം പ്രസാദാത്മകത്വം, പരമമായ ആനന്ദം ആണ്. പരിമിതിയിൽ ആനന്ദമില്ല. അനന്തതയിൽ മാത്രമാണ് ആനന്ദം. ശാശ്വതമായ ആനന്ദം ലഭിക്കുന്നത് നിത്യമായ ആത്മാവിൽ നിന്നാണ്. ആത്മാവിനെ അറിയുക എന്നാൽ ശാശ്വതമായ ആനന്ദവും നിത്യശാന്തിയും ആസ്വദിക്കുക എന്നതാണ്. ആത്മസാക്ഷാത്കാരം ശാശ്വതമായ അസ്തിത്വവും പരമമായ ജ്ഞാനവും നിരന്തരമായ ആനന്ദവും പ്രദാനം ചെയ്യുന്നു. ആത്മസാക്ഷാത്കാരം നേടാതെ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. ആത്മാന്വേഷണത്തിനായി ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവിനെ ത്യജിക്കാനും ജീവൻ ഉപേക്ഷിക്കാനും എല്ലാ വേദനകളും അനുഭവിക്കാനും തയ്യാറാകണം. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഏത് വായിച്ചാലും, ലോകമൊട്ടാകെ പ്രഭാഷണങ്ങൾ നടത്തിയാലും, ഹിമാലയത്തിലെ ഗുഹയിൽ 100 വർഷം വസിച്ചാലും, അതാത് വർഷങ്ങൾ പ്രാണായാമം പരിശീലിച്ചാലും ആത്മാവ് ഒന്നേ ഉള്ളൂ എന്ന ജ്ഞാനം ലഭിക്കാതെ ഒരുവന് മുക്തി ലഭിക്കുകയില്ല. മോക്ഷം സൂചിപ്പിക്കുന്നത് എന്ത്? സത്വത്തിൻ്റെ ഏകത്വം അല്ലെങ്കിൽ അസ്തിത്വത്തിൻ്റെ ഏകത്വം യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ തിരിച്ചറിവ് മോക്ഷമാണ്. വിഭാഗീയമായ അസ്തിത്വം ഉണ്ടാക്കിയ പ്രതിബന്ധത്തെ തകർക്കുക എന്നതാണ് മോക്ഷം. സർവവ്യാപിയും സാന്ദ്രവുമായ ആത്മാവിൻ്റെ ഐക്യത്തെ കരതലാമലകം പോലെ സാക്ഷാത്കരിക്കുന്നതാണ് മോക്ഷം. യഥാർത്ഥമായ ഒരു ബന്ധനത്തിൽ നിന്നുള്ള മോചനമല്ല മോക്ഷം, മറിച്ച് ഒരിക്കലും ബന്ധിതനായിരുന്നില്ല എന്ന അറിവാണ് മോക്ഷം. ബന്ധനം എന്ന തെറ്റായ വിശ്വാസത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അത്. അവിദ്യ ഉണ്ടാക്കുന്ന അജ്ഞാനം മൂലമാണ് ജീവാത്മാവ് സ്വയം ബന്ധിതനാണെന്ന് വിചാരിക്കുന്നത്.
മായ മൂലം ഉണ്ടായ ഈ തെറ്റായ ചിന്ത ആത്മജ്ഞാനം കൊണ്ട് മാറ്റിയാൽ മോക്ഷത്തിന്റെ അവസ്ഥ ഇപ്പോൾ തന്നെ ഇവിടെ ഈ ജീവിതത്തിൽ സാക്ഷാത്കരിക്കും. മരണശേഷം പിന്തുടരേണ്ട ഒന്നല്ല. മായയുടെ കാരണം മനുഷ്യന്റെ ആഗ്രഹമാണ്. ആഗ്രഹങ്ങൾ ചിന്താതരങ്ങൾ സൃഷ്ടിക്കുന്നു. ആനന്ദമയവും അനശ്വരവും ശാശ്വതവുമായ ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തെ ചിന്താതരംഗങ്ങൾ ആവരണം ചെയ്യുന്നു. ആഗ്രഹങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ ബ്രഹ്മജ്ഞാനം ഉദയം ചെയ്യുന്നു. ബ്രഹ്മജ്ഞാനം ഒരു കർമ്മമല്ല. സ്വയം അറിയാതെ നിങ്ങൾക്ക് നിങ്ങളിൽ എത്തിച്ചേരാനാകാത്തതുപോലെ നിങ്ങൾക്ക് ബ്രഹ്മത്തിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് പൂർണ്ണവും ഋജുവുമാണ്. അത് അവബോധജന്യമായ അനുഭവമാണ്. കാരണവും സഹജാവബോധവും. സഹജാവബോധം ഒരു മിന്നൽ പോലെ ഉദിക്കുന്നു. അത് അല്പാൽപമായി വളരുന്നതല്ല. സഹജാവബോധത്തിലൂടെ തൽക്ഷണം ലഭിക്കുന്ന അറിവ് വ്യക്തിഗത ആത്മാവിനെ പരമാത്മാവിനോട് യോജിപ്പിക്കുന്നു. ജ്ഞാനത്തിന്റെ കാര്യകാരണങ്ങളെ അറിയുന്നു എന്ന പ്രക്രിയയോട് സമ്യക്ജ്ഞാനം അദ്വൈതമായ ആത്മാവിൽ യോജിപ്പിക്കുന്നു. സഹജ ജ്ഞാനത്തിൽ കാലം അനാദിയും ദേശം അനന്തവുമാകുന്നു. സഹജജ്ഞാനമാണ് ഏറ്റവും ഉയർന്ന ജ്ഞാനം. അത് സത്യത്തിന്റെ അവിനാശിയായ അനന്തമായ ജ്ഞാനമാണ്. ഇന്ദ്രിയാധിഷ്ഠിതമായ അറിവിന്റെ ഒരു ആവിർഭാവം മാത്രമാണ്, സത്യമല്ല. സംവേദനം തെറ്റായ അറിവാണ്. സഹജാവബോധം ശരിയായ അറിവാണ്. അവബോധത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആത്മബോധം നേടാൻ കഴിയൂ. സഹജജ്ഞാനം വികസിപ്പിച്ചില്ലെങ്കിൽ ബുദ്ധിമാനായ മനുഷ്യൻ അപൂർണനായി തന്നെ ഇരിക്കുന്നു. സത്യത്തിന്റെ ഉള്ളറകളിൽ പ്രവേശിക്കുവാനുള്ള ശക്തി ബുദ്ധിക്കില്ല. ബുദ്ധി ദ്വൈത തലത്തിൽ പ്രവർത്തിക്കുന്നു. അദ്വൈത തലത്തിൽ അത് ശക്തിഹീനമാണ്. മനസ്സും ബുദ്ധിയും പരിമിതമായ ഉപകരണങ്ങളാണ്. കാരണം പരിമിതമാണ്. അതിന് അനന്തതയെ ഭേദിക്കാൻ കഴിയില്ല. അന്തർജ്ഞാനത്തിന് മാത്രമേ അനന്തതയെ ഭേദിക്കാൻ കഴിയൂ. അനന്തതയെ തെളിയിക്കാനുള്ള ശാസ്ത്രീയ ശ്രമങ്ങൾ വിജയിച്ചില്ല. ഒരേ ഒരു ശാസ്ത്രീയ രീതി അവബോധജന്യമാണ്. ധ്യാനം സഹജാവബോധത്തിലേക്ക് നയിക്കുന്നു. എല്ലാ നാമരൂപങ്ങളിലും മറഞ്ഞിരിക്കുന്ന ദൈവീകത അല്ലെങ്കിൽ ആത്മാവിനെ പ്രകാശിപ്പിക്കുവാനുള്ള ഏകമാർഗം ധ്യാനമാണ്. ധ്യാന പ്രക്രിയ. ധ്യാനമില്ലാതെ ജ്ഞാനമില്ല. ആത്മാന്വേഷകൻ സ്വന്തം ആത്മാവിനെ മഥനം ചെയ്യുന്നു. സത്യം പ്രകടമാകുന്നു. നിഷ്ഠയോടെയുള്ള ധ്യാനത്തിലൂടെ നിങ്ങൾ ക്രമേണ ആത്മീയമായി ഉയരുന്നു. ദൈവീക ജ്വാല ക്രമേണ പ്രദീപ്തമാകുന്നു. ധ്യാനം ക്രമേണ നിങ്ങൾക്ക് നിത്യമായ പ്രകാശവും അവബോധവും നൽകുന്നു. ഏകാഗ്രതയും ധ്യാനവും നിരന്തരമായി പരിശീലിക്കുന്നതിലൂടെ മനസ്സ് സ്ഫടികം പോലെ സുതാര്യവും പരിശുദ്ധവുമായി തീരുന്നു. ലൗകിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ശബ്ദ കോലാഹലം ഒരാൾ ഉൾവലിയുന്നതോടെ കുറഞ്ഞു വരുന്നു. പുതിയ തലത്തിൽ നിയമങ്ങളുണ്ട്. സംഗീതം വ്യത്യസ്തമാണ്. രാഗം സുമധുരമാണ്. നന്മ നിരന്തരം വ്യാപിക്കുന്നു. ആധ്യാത്മിക ഉണർവിന്റെ പ്രകാശം ഒരുവന്റെ കാഴ്ചപ്പാടിനെ മാറ്റുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ തനിക്ക് യഥാർത്ഥ ശാശ്വത സന്തോഷവും സമാധാനവും നൽകുന്നതെന്തോ അതിനെ ഒരുവൻ ഭക്തിപൂർവ്വം അന്വേഷിക്കുന്നു. അതിനാൽ ഭൗതികവും പെട്ടെന്നുള്ള നേട്ടങ്ങളും തേടുന്നത് അത്യാവശ്യമായി തോന്നുകയില്ല. ധ്യാനം നിങ്ങളെ കൂടുതൽ അന്തർമുഖമാക്കുന്നു. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കും, സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മതരത്തിലേക്കും, സൂക്ഷ്മതരത്തിൽ നിന്ന് സൂക്ഷ്മതമത്തിലേക്കും, അതായത് ഈശ്വരനിലേക്കും നയിക്കുന്നു. ഈശ്വരനെ ധ്യാനിക്കുന്നതിലൂടെ ശരീരബോധത്തിനും അപ്പുറത്തെത്തുമ്പോൾ ഒരാൾ സാർവത്രികമായ ഈശ്വരത്വം നേടുന്നു. അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ശാശ്വതമായ അമരത്വവും പരമാനന്ദവും ലഭിക്കാനുള്ള ശരിയായ രാജകീയ മാർഗം ധ്യാനമാണ്. ശാന്തിയും ആനന്ദവും പുസ്തകങ്ങളിലോ പള്ളികളിലോ ആശ്രമങ്ങളിലോ ലഭിക്കുകയില്ല. ആത്മജ്ഞാനം ഉദിക്കുമ്പോൾ അത് മനസ്സിലാകും. എന്തിനാണ് നിങ്ങൾ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നത്? അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഏറ്റവും ശ്രേഷ്ഠമായ പുസ്തകം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്.
അവ്യയമായ എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ആ പുസ്തകത്തിൻ്റെ താളുകൾ തുറക്കൂ, നിങ്ങൾക്ക് എല്ലാം മനസ്സിലാകും. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക, ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക, മനസ്സിനെ നിശ്ചലമാക്കുക, മനസ്സിനെ തരംഗരഹിതമാക്കുക, പൊങ്ങി വരുന്ന ചിന്തകളെ നിശ്ചലമാക്കുക. പ്രകാശത്തിൻ്റെ പ്രകാശവും സൂര്യൻ്റെ സൂര്യനുമായ പരമാത്മാവിലേക്ക്, ആത്മാവിൻ്റെ ആഴത്തിലേക്ക് ലയിക്കും. എല്ലാ ജ്ഞാനവും പ്രത്യക്ഷമാക്കിത്തരും. എല്ലാ സംശയങ്ങളും നശിച്ചു പോകും. മാനസികമായ വിഷമതകൾ അപ്രത്യക്ഷമാകും. ചൂടുപിടിച്ച സംവാദങ്ങളും ആവേശകരമായ ചർച്ചകളും അവസാനിക്കും. ശാന്തിയും ജ്ഞാനവും മാത്രം അവശേഷിക്കും. അഗാധമായ ധ്യാനത്തിൽ നാമരൂപങ്ങൾ അപ്രത്യക്ഷമാകുന്നു. അനന്തമായ ആകാശത്തിൻ്റെ അവബോധം മാത്രമുണ്ട്. പിന്നീട് ഇതും അപ്രത്യക്ഷമാകുന്നു. ശൂന്യതയുടെ ഒരു അവസ്ഥയുണ്ട്. പെട്ടെന്ന് പ്രകാശം പരക്കുന്നു. അത് നിർവികൽപ്പ സമാധി.